ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് 3,600 സെൻറ്റ് സ്ഥലവും 1,550 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 60 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കിടക്കുന്നതിന് വേണ്ടി ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നല്ല CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഡിസൈനിലാണ് ഗേറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അവിടെ നമുക്ക് അവിടെ ഒരു വലിയ വാഹനവും കൂടാതെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെയും ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നു. വീടിൻ്റെ കാർ പോർച്ചിനുള്ള പ്രൊവിഷനൊക്കെ നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും ബാംഗ്ലൂർ സ്റ്റോണും ഒക്കെയാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റാണ്. അത് ലപ്പോത്ര മോഡലായിട്ടുള്ള ഗ്രാനൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് ഡോറ് നമുക്ക് വരുന്നത് ഡബിൾ പാളിയിൽ തീർത്ത ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത്. അത് നല്ല ഡിസൈനിലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സെറ്റുകളൊക്കെ ഇടാവുന്ന രീതിയിലാണ് ലിവിംഗ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ലിവിംഗ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ്. 5-6 പേർക്ക് ഈസിയായിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നമുക്ക് സെറയുടേത് ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചണിൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും കിച്ചണിൽ നൽകിയിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ടാണ് കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. അത് മൾട്ടിവുഡിലാണ് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഷീറ്റ് മാത്രമാണ് ഇട്ടിട്ടിരിക്കുന്നത്. സൈഡിൽ ഗ്ലാസ്സൊക്കെ ചെയ്തു ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് പറ്റാത്ത കിണറാണ്. അത് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലവിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂം ആണ് ഇവിടെ വരുന്നത്. അത് ഒരു ബെഡ്റൂം ആയതിനാൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല മൾട്ടിവുഡിനകത്ത് തീർത്ത ചെറിയ കബോർഡ് വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിനായി നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സാണ്. നമുക്ക് ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ നമുക്ക് സീറയുടെ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടൈലുകളാണ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിലൊക്കെ വരുന്നത് സ്റ്റീലിൻ്റെ നല്ല ഡിസൈനിലാണ് ഹാൻഡ് റെയിലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ വെളിച്ചം കിട്ടുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പറവുകളയും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. കൂടാതെ അപ്പർ ലിവിങ് ഏരിയയിലും അത്യാവശ്യം നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. മുകളിൽ 2 ബെഡ്റൂമിലാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂമോട് കൂടി നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഈ ബെഡ്റൂമിനായി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിറ്റിങ്സൊക്കെ നമുക്ക് സിറയുടെ ഫിറ്റിങ്സാണ് വരുന്നത്. കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ ഉള്ള തന്നെ മറ്റൊരു ബെഡ്റൂം 2 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. അത് സൈഡിലേക്ക് മാറ്റി നല്ല കബോർഡ് വർക്കുകളൊക്കെ മൾട്ടിവുഡിനകത്ത് തീർത്ത് നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു സ്റ്റഡി ടേബിളുമാതിരിയുള്ള ഇതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത് ഫിറ്റിംഗ്സ് ഒക്കെ സിറിയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്കിവിടെ ലഭ്യമാണ്. അത് സിറിയുടെയാണ് വാഷ് ബേസിൻ കൗണ്ടറും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കവേർഡ് ആണ്. അത് ഷീറ്റിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് കവേർഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി നല്ല അത്യാവശ്യം വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള രീതിയിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാൽക്കണിക്ക് സ്റ്റീലും നല്ല ടഫ്ലോണായിട്ടുള്ള ഗ്ലാസ്സിലെ ഡിസൈനിലുള്ള നല്ല ടഫ്ലോൺ ഗ്ലാസ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ അത്യാവശ്യം ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ ഈ നമുക്ക് ഇവിടെയും ലഭ്യമായിട്ടുണ്ട്. ഉക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി 3,600 സെൻറ്റ് ലാൻഡും 1,550 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.